ഹലോ ഫ്രണ്ട്സ്, അനുപമ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് കൂന്തൾ വാങ്ങിയിട്ടുണ്ടേ. കണ്ടില്ലേ കൂന്തൾ? ഇത് നല്ല വലിപ്പമുള്ള കൂന്തളാട്ടോ. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള കൂന്തളാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ ഇത് നന്നാക്കി എടുക്കാം കേട്ടോ. ഇതാ ഇത് നന്നാക്കി എടുത്തിട്ടോ. അപ്പം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ചെറിയ പീസായി കട്ട് ചെയ്യണേ. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. ഓരോ പീസും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ട സാധനം കേട്ടോ ഇത് തക്കാളി, പിന്നെ ചെറിയ ഉള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചി ചതച്ചതാണ്, പച്ചമുളകും ചതച്ചതാട്ടോ, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, അതും ഞാൻ ചതച്ചതാണ്, പിന്നെ കുറച്ച് മല്ലീൻ്റെ ഇല കേട്ടോ, മല്ലിച്ചപ്പില്ലേ, അത് ഞാൻ അരിഞ്ഞ് വെച്ചതാണേ. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ടില്ലേ, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നല്ലോണം വാടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉണ്ടല്ലേ, തക്കാളി അരിഞ്ഞ് വെച്ച് തക്കാളി മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് നല്ലോണം തക്കാളിയും വാടിയതിന് ശേഷം കണ്ടല്ലേ ഇങ്ങനെയാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് നല്ലോണം വാട്ടിയെടുക്കുക. കണ്ടല്ലേ, ഇനി കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ വേഗം വാടി കിട്ടും. ഉപ്പിട്ട് കൊടുത്താൽ കണ്ടോ, ഇത് നല്ല ഇപ്പം വാടിയിട്ടുണ്ട്. ഇങ്ങനായി വരണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ മുളകാണ് എടുത്തത്. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി മല്ലിപ്പൊടി കേട്ടോ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളേ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി പെരിഞ്ജീരകപ്പൊടി കേട്ടോ. ഇത് ഗരം മസാല കേട്ടോ, കുറച്ചധികം ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കണ്ടല്ലേ, ഇതിങ്ങനെ ആവണം കേട്ടോ. കൂന്തൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക കേട്ടോ. നന്നാക്കി അടച്ച് വയ്ക്കുക. ഇപ്പോൾ താഴെയൊക്കെ വന്നു. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തോട്ടോ. ഒന്നും കൂടെ ഞാൻ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വയ്ക്കുക കേട്ടോ. ഇനി വെള്ളം വറ്റിയിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഏതാണ്ടൊക്കെ വെള്ളമൊക്കെ വറ്റി. ഉണ്ടല്ലേ, നല്ല സ്മെല്ലോ. ഇനി നമുക്ക് കറിവേപ്പിൻ്റെ ഇല 2 ഇട്ട് കൊടുക്കേ. അപ്പോൾ വെന്തിട്ടോ. ഇനി അതിലേക്ക് ഇത് മല്ലിച്ചപ്പാണ്. അപ്പോൾ കൂന്തൾ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായയും കപ്പയും കൂന്തൾ ഫ്രൈയും കണ്ടോ. അപ്പോൾ അടിപൊളി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. കപ്പ കൂന്തൾ ഫ്രൈ കട്ടൻ ചായ.